ക്ലാസ്സിൽ നമ്മളെടുത്ത് ട്രാൻസാക്ഷൻ ആൻഡ് കൺകറൻസി കൺട്രോൾ എന്നുള്ള പക്ഷേ ടോപ്പിക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം PL/SQL എന്താ മനസ്സിലാവണം. PL/SQL എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ മുമ്പ് ആദ്യം SQLൻ്റെ ഒരു ബേസ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തെന്ന് SQL എന്ത് ചെയ്യാൻ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PL/SQLനെ കുറിച്ചിട്ടാണ്. PL/SQL ഇനി ഈ യൂണിറ്റ് മൊത്തം എന്താണ് PL/SQLും അതിൻ്റെ വർക്കിങ്ങുമാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് പറയാൻ പോകുന്നത് എന്താണ് PL/SQL. വാട്ട് ഈസ് PL/SQL? PL/SQL എന്ന് പറഞ്ഞാൽ PL/SQL സ്റ്റാൻഡ് ഫോർ പ്രൊസീജിയറൽ ലാംഗ്വേജ് എക്സ്റ്റൻഷൻ ടു ദ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ത് പ്രൊസീജിയർ ലാംഗ്വേജ്. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോപ്പ് എന്നൊക്കെ ഉണ്ട് അല്ലേ, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ അതുപോലെ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിലോട്ട് ആ പ്രൊസീജിയർ എന്നുള്ള മെത്തേഡ് കൊണ്ടുവന്നതാണ് എന്ത് PL/SQL എന്ന് പറയുന്നത്. SQL is a powerful language for both querying and updating data in relational database. നമ്മൾ പഠിച്ചതാണ് എന്ത് SQL എന്താണ് ഒരു പവർഫുൾ ലാംഗ്വേജ് എന്ത് ക്വറി ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ റിലേഷൻ ഡാറ്റാബേസിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് SQL യൂസ് ചെയ്യുന്നത് അല്ലേ. Oracle created PL/SQL that extends some limitations of SQL to provide a more comprehensive solutions for building mission critical application running on Oracle database. അതായത് ഒന്നുമില്ല, SQL കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊസീജിയർ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇഫ് യൂസ് ചെയ്യാൻ പറ്റില്ല, കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്ന കോൺസ്റ്റൻസ് ചെക്ക് അങ്ങനത്തെ വെച്ചിട്ട് എന്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ SQL. അപ്പോൾ അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് PL/SQL. അത് പ്രൊസീജിയറൽ ലാംഗ്വേജ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നുള്ളൊരു ഫോർമാറ്റ് എന്ത് ചെയ്തു Oracle ക്രിയേറ്റ് ചെയ്തു. Following are certain notable facts about PL/SQL. ഇനി ഫാക്ട്സ് നോക്കുകയാണ്. PL is completely portable, high performance transaction processing language. അതായത് പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, വേറെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ എന്താണ് ഹൈ പെർഫോമൻസ് ആണ്. പിന്നെ പറഞ്ഞത് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ലാംഗ്വേജ്. അതാണ് ഞാൻ പറഞ്ഞത് എന്ത് ട്രാൻസാക്ഷൻ കൺട്രോൾ ഉള്ള ടോപ്പിക് അതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ലാംഗ്വേജ് ആണ് എന്ത് ഒരു PL/SQL. ഇത് മൊത്തത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുക ട്രാൻസാക്ഷൻ കൺകറൻസി ഞാൻ കൂടി ഞാൻ പറഞ്ഞില്ല. PL/SQL പ്രൊവൈഡ് എ ബിൽറ്റ് ഇൻ ഇൻ്റർപ്രിറ്റഡ് ആൻഡ് OS ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ്. അതായത് PL/SQL എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇൻ്റർപ്രിറ്റഡ് ഉണ്ട്, അതുപോലെ OS ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ്. അതായത് OS എന്തെങ്കിലും അതിന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ വിൻഡോസിൽ വേണമെങ്കിൽ ചെയ്യാം, മാക്കിൽ വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഉബുണ്ടുവിലും ചെയ്യാം അങ്ങനത്തെ. പിന്നെ അത് പറഞ്ഞത് PL/SQL ക്യാൻ ഓൾസോ ഡയറക്റ്റ്ലി ബി കോൾഡ് ഫ്രം കമാൻഡ് ലൈൻ SQL സ്റ്റാർട്ടേഴ്സ്. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ SQL യൂസ് ചെയ്യുന്ന അതേ ഇതിൽ എന്ത് കമാൻഡ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം PL/SQL യൂസ് ചെയ്യാം. അതാണ് പറഞ്ഞത് SQL പ്ലസ് ഇൻ്റർഫേസിൽ നമുക്ക് SQL സ്റ്റാർ പ്ലസ് ഇൻ്റർഫേസിൽ നമുക്ക് എന്ത് ചെയ്യാം PL/SQL യൂസ് ചെയ്യാം. ഡയറക്റ്റ് കോൾ ക്യാൻ ഓൾസോ ബി മെയ്ഡ് ഫ്രം എക്സ്റ്റേണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കോൾ ടു ഡാറ്റാബേസ്. അതായത് വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് എന്ത് ചെയ്യുക ഡാറ്റാബേസിൽ ഡയറക്റ്റ് കോൾ ചെയ്യാൻ എന്ത് ചെയ്യുക PL/SQL യൂസ് ചെയ്യാം. പിന്നെ പറഞ്ഞ PL/SQL ജനറൽ സിൻടാക്സ് ഇസ് ബേസ്ഡ് ഓൺ ADA ആൻഡ് പാസ്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് ഇതിൻ്റെ സിൻടാക്സ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളെ SQL പോലെയല്ല, ഇതിനൊരു പ്രോപ്പർ സിൻടാക്സ് ഉണ്ട്. ആ സിൻടാക്സ് ബേസ് ചെയ്യുന്ന ഏതിനാണ് ഒരു പാസ്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസാണ് എന്ത് PL/SQL. അപ്പാർട്ട് ഫ്രം Oracle PL/SQL, അതായത് PL/SQL Oracle മാത്രമല്ല, പിന്നെ പ്രൊവൈഡ് ടൈംസ് 10 in memory ഡാറ്റാബേസ് ഉണ്ട്, IBM DB2 ഉണ്ട്. ഇതിലൊക്കെ എന്തുണ്ട് PL/SQL ഉണ്ട്. അടുത്ത് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് PL/SQL. PL/SQL ഫീച്ചേഴ്സ് ആണ്. PL/SQL ഈസ് ടൈറ്റ്ലി ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് SQL. അതായത് എന്താണ് SQLന് വേണ്ടി മാത്രമാണ് എന്തുള്ളത് PL/SQL SQL കൂടുതൽ ഫീച്ചേഴ്സ് നൽകാൻ വേണ്ടിയിട്ടാണ് എന്ത് PL/SQL ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ടൈറ്റ്ലി ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് SQL. ഇറ്റ് ഓഫേഴ്സ് എക്സ്റ്റെൻസീവ് എറർ ചെക്കിങ്. നമുക്ക് SQL ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് എറർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
എറർ അറിയാൻ പറ്റില്ല. സിൻടാക്സ് എറർ അങ്ങനത്തെ വല്ല എററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എറർ ചെക്കിങ്, അതായത് എക്സെപ്ഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ജാവയിൽ എടുത്തൊരു പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. അതായത് എക്സെപ്ഷൻ ഹാൻഡിൽ നമുക്ക് എന്ത് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാവും, ഇറ്റ് ഓഫേഴ്സ് എക്സ്റ്റെൻസീവ് എറർ ചെക്ക്. നമുക്ക് എന്ത് ചെയ്യാം, എറർ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇറ്റ് ഓഫേഴ്സ് ന്യൂമറസ് ഡാറ്റ ടൈപ്സ്, ഒരുപാട് ഡാറ്റ ടൈപ്സ് എന്തുണ്ട് PLSQL സപ്പോർട്ട് ഉണ്ട്. ഇറ്റ് ഓഫേഴ്സ് എ വെറൈറ്റി ഓഫ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചേഴ്സ്. അതായത് അതിന് ഒരു വെറൈറ്റി ഓഫ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇഫ് യൂസ് ചെയ്യാം, ഇഫ് യൂസ് ചെയ്യാം, ഫോർ യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ സ്ട്രക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് സപ്പോർട്ട് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ത്രൂ ഫങ്ഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് നമുക്ക് ചെറിയ ചെറിയ ഫങ്ഷൻസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്രൊസീജിയറായിട്ട് ഓരോരോ പാക്കേജായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചെയ്യാൻ പറ്റും. ഇറ്റ് സപ്പോർട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എന്തുണ്ട് PLSQL എന്തുണ്ട്, ഊപ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് സപ്പോർട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വെബ് ആപ്ലിക്കേഷൻ ആൻഡ് സെർവർ പേജസ്. ഇതെന്ത് ചെയ്യുന്നത്, വെബ് ആപ്ലിക്കേഷനും അതുപോലെ സെർവർ പേജൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് PLSQL. അഡ്വാൻറ്റേജസ് ഓഫ് PLSQL ഫസ്റ്റ് പറഞ്ഞാൽ SQL is the standard database language and PLSQL is strongly integrated with SQL. SQL സ്റ്റാൻഡേർഡ് ഡാറ്റാബേസ് ലാംഗ്വേജ് ആണ്, പക്ഷെ അതിൻ്റെ കൂടുതലുള്ളതാണ് എന്ത് PLSQL. അതെന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ്ലി ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് SQL മോർ അഡ്വാൻറ്റേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, PLSQL ക്രിയേറ്റ് ചെയ്തുള്ളത്. PLSQL സപ്പോർട്ട് ബോത്ത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് SQL. അതായത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് SQL. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ക്രിയേഷൻ, ഇൻസേർട്ട്, ഇതൊക്കെ സ്റ്റാറ്റിക്കാണ്, മാറില്ല. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ്, അതുപോലെ ഡിലീറ്റ്, ഇത്തരം ഇതൊക്കെയാണ് ഡൈനാമിക്. സ്റ്റാറ്റിക് SQL സപ്പോർട്ട്സ് DML, ഡാറ്റ മാനിപ്പുലേഷൻ ഓപ്പറേഷൻസ് ആൻഡ് ട്രാൻസാക്ഷൻ കൺട്രോൾസ് ഫ്രം PLSQL block. In dynamic SQL, embedding DDL statements in PLSQL block. അതായത് സ്റ്റാറ്റിക് SQL സപ്പോർട്ട് DML ഓപ്പറേഷൻസ്. DML ഓപ്പറേഷൻസ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഏതൊക്കെ വരുന്നത്, ക്രിയേറ്റ്, ഡ്രോപ്പ്, ഇൻസേർട്ട്, ഇതൊക്കെ എന്ത് DML. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കൺട്രോളും നമുക്ക് എന്ത് ചെയ്യാം, PLSQL ബ്ലോക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാം. PLSQL സപ്പോർട്ട് ചെയ്യും എന്തിനെ, ഈ സ്റ്റാറ്റിക് SQL കമാൻഡ്സിനെ, അതുപോലെ ഡൈനാമിക് SQL കമാൻഡ്സിനെ എന്ത് ചെയ്യും, PLSQL ബ്ലോക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് പറഞ്ഞത് PLSQL allows sending an entire block of statement to the database at one time. PLSQL allows sending an entire block of statements to the database at one time. അതായത് ഒരു നമുക്ക് SQL യൂസ് ചെയ്യുമ്പോൾ അറിയാം, അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അയക്കാണ്ട്. ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം, അല്ലേ? പിന്നെ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, അടുത്ത വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ PLSQL യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, പാസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതാണ് എന്ത് ഈ PLSQL ഒരു അഡ്വാൻറ്റേജ്. പിന്നെ പറയുന്നത് ദിസ് റെഡ്യൂസസ് നെറ്റ്വർക്ക് ട്രാഫിക് ആൻഡ് പ്രൊവൈഡ് ഹൈ പെർഫോമൻസ് ഫോർ ദ ആപ്ലിക്കേഷൻസ്. അതായത് ഒന്ന് പോയിട്ട് ഒന്ന് അങ്ങനെ വരുന്നതിനെക്കാളും നല്ല ഒറ്റ ബ്ലോക്കായി അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് ട്രാഫിക്കും കുറയും, അതുപോലെ പെർഫോമൻസും കൂടും. അപ്പോൾ ഈ പോയിന്റ് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ SQL നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എന്ത് അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ PLSQL നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈമിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആ ഫോർ ലൂപ്പ് എക്സിറ്റ് ആവുന്നത് വരെ എന്ത് ചെയ്യുക, ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, PLSQL എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത പറയുന്ന പോയിന്റ് തന്നെ PLSQL ഗീവ് ഹൈ പ്രൊഡക്ടിവിറ്റി ടു പ്രോഗ്രാമേഴ്സ് ആസ് ഇറ്റ് ക്യാൻ ക്വറി, ട്രാൻസ്ഫോം ആൻഡ് അപ്ഡേറ്റ് ഡാറ്റ ഇൻ എ ഡാറ്റാബേസ്. അതായത് ക്വറിയും ട്രാൻസ്ഫോമും അപ്ഡേറ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഹൈ പ്രൊഡക്ടിവിറ്റി, അതായത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞത് PLSQL സേവ്സ്
time on design and debugging by strong features such as exception handling, encapsulation, data hiding and object-oriented data types. അതായത് എന്താണ് പറയുന്നത്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും ഡാറ്റ ഹൈഡിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റ ടൈപ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് ORDBMS ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റ ടൈപ്സ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഡിസൈനും ഡീബഗിങ്ങും ഒക്കെ എന്തൊക്കെ ഈസി ആകും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻസ് റിട്ടൺ ഇൻ PLSQL ആർ ഫുള്ളി പോർട്ടബിൾ. PLSQL എന്താണ് പോർട്ടബിൾ ആണ്. ഒരു ഒന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊന്നിലോട്ട് എന്ത് ചെയ്യാം, ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. PLSQL പ്രൊവൈഡ് ഹൈ സെക്യൂരിറ്റി ലെവൽ. ഹൈ സെക്യൂരിറ്റി ലെവൽ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PLSQL പ്രൊവൈഡ് ആക്സസ് ടു പ്രീ ഡിഫൈൻഡ് SQL പാക്കേജസ്. അതായത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത ഏതെങ്കിലും പാക്കേജസ് ഉണ്ടെങ്കിൽ അതിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് PLSQL കൊണ്ടുവരാൻ പറ്റും. PLSQL പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. PLSQL എന്ത് ചെയ്യുന്നു, കോൺസെപ്റ്റ് എന്തായിരിക്കും, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. PLSQL പ്രൊവൈഡ് സപ്പോർട്ട്സ് ഫോർ ഡെവലപ്പിംഗ് വെബ് ആപ്ലിക്കേഷൻ ആൻഡ് സെർവർ പേജസ്. നേരത്തെ പറഞ്ഞാൽ. അടുത്ത പറയാൻ പോണത് PLSQL സിൻടാക്സ് ആണ്. നമ്മൾ സാധാ കോഡ് എഴുതുന്ന പോലെയല്ല. PLSQL എന്താണ്, 4 സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഡിക്ലറേഷൻ, രണ്ടാമത്തെ എക്സിക്യൂട്ടബിൾ കമാൻഡ്സ്, മൂന്നാമത്തെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, പിന്നെ ഇങ്ങനെയാണ് 3 സെക്ഷനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡിക്ലെയർ എന്നുള്ള കീവേഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ കേഴ്സർ ഞാൻ പിന്നെ പറഞ്ഞത് സബ് പ്രോഗ്രാംസ്, അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ ഡിക്ലറേഷൻ പാർട്ട് മൊത്തം വരുന്നത് ഈ സെക്ഷനിലായിരിക്കും. വേരിയബിൾ ആയാലും എന്തായാലും എന്തെങ്കിലും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ സെക്ഷനിലായിരിക്കും വരുന്നത്. എക്സിക്യൂട്ടബിൾ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സെക്ഷൻ ഇസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ കീവേഡ്സ് ബിഗിൻ ആൻഡ് എൻഡ്. അതായത് ഈ PLSQL ആണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അതിനുള്ള ഒരു ഇതാണ്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സിൻടാക്സ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഡിക്ലെയർ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഡിക്ലറേഷൻ സെക്ഷൻ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യല്, എന്തൊക്കെ ഡിക്ലെയർ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ, ഫംഗ്ഷൻ ആയാലും എന്തെങ്കിലുമൊക്കെ ഡിക്ലെയർ ചെയ്യുന്നുണ്ടോ ആ ഡിക്ലെയർ മൊത്തം ഉണ്ടാവുള്ള സെക്ഷനാണ് ഇത് ഡിക്ലെയർ. ബിഗിൻ എന്നുള്ളത് തന്നെ എക്സിക്യൂട്ടബിൾ കമാൻഡ്സ് ആണ്. എക്സിക്യൂട്ടബിൾ കമാൻഡ്സ് ആ പ്രോഗ്രാം എന്തിനാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫിബിനോക്കി കാണാനുള്ള കോഡാണെങ്കിൽ ആ കോഡൊക്കെ എഴുതി നമ്മൾ എവിടെയാണ്, ആ ബിഗിനിലാണ്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എറർ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു എറർ വരും നമുക്കറിയെങ്കിൽ ആ എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളിൽ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എന്ത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അറയിൽ ഇപ്പോൾ 7 എലമെൻ്റ് ഉള്ളൂ. നമ്മൾ 8ാമത്തെ എലമെൻറ്റിനെ കോൾ ചെയ്യാം. അപ്പോൾ എന്താണ്, എററാണ്. കാരണം എന്താണ്, ഓൾറെഡി അററിൻ്റെ സൈസ് എത്രയാണ്, 7ആണ്. പക്ഷെ കോൾ ചെയ്യുന്നത് 8ാമത്തെ. അപ്പോൾ അവിടെ എന്ത് എറർ വരും. ആ എററിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്ത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് അല്ലെങ്കിൽ എറർ ഹാൻഡ്ലിങ് എന്ന് പറയും. അപ്പോൾ ഇതാണ് എന്താ ഒരു PLSQL ബേസിക് സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് സെക്ഷൻ എന്താണ്, ഡിക്ലറേഷൻ സെക്ഷൻ. പിന്നെ ബിഗിൻ എന്തായാലും വേണം. കാരണം ബിഗിൻ മുതലാണ് എന്തെങ്കിലും കമ്പൈലർ ആ ഭാഗം എന്തെങ്കിലും കമ്പൈൽ ചെയ്ത് തുടങ്ങും. പിന്നുള്ളത് എക്സെപ്ഷൻ. ലാസ്റ്റ് ഫൈനലി എന്ത് ചെയ്യണം, എൻഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, സെമിക്കോളൻ ഇടണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ആ PLSQL പ്രോഗ്രാം അവിടെ തീർന്നു കമ്പൈലറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് അതിൻ്റെ സിൻടാക്സ്. ഇനി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഞാൻ ആദ്യം എന്ത് ചെയ്തു, മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്തു varchar 2, അതിന് സൈസ് 20. അപ്പോൾ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, varchar-ൻ്റെ ഒരു അറേ ആയിരിക്കും. അപ്പോൾ അതിലോട്ട് എന്നിട്ട് എന്ത് ചെയ്തു, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വാല്യൂ അസൈൻ ചെയ്തു. ബിഗിൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ് എന്ത് DBMS _output put _line സ്ക്വയർ ബ്രാക്കറ്റ്. ഇതാണ് എന്ത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്ത് എൻഡ് കൊടുത്തു. ഇവിടെ നമ്മൾ എററൊന്നും വരാത്തതുകൊണ്ടാണ് എന്ത് എക്സെപ്ഷൻ എന്നുള്ള സെക്ഷൻ വിട്ടത്. ഡിക്ലെയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനാണ് എന്ത് ഡിക്ലറേഷൻ
സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിൻ്റെ ഉള്ളിലാണ് ബിഗിനും എൻഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ എക്സിക്യൂട്ടബിൾ കമാൻഡ്സും അതുപോലെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും കൊടുക്കില്ല. ഇപ്പോൾ ഇതിൽ എക്സെപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തുണ്ട്, ഞാൻ എക്സിക്യൂട്ടബിൾ സെക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് DBMS അണ്ടർസ്കോർ ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് ലൈൻ എന്നുള്ളതാണ് എക്സിക്യൂട്ടബിൾ സെക്ഷൻ. അപ്പോൾ ഈ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് DBMS അണ്ടർസ്കോർ ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് ലൈൻ. അതായത് സിയിലെ printf, C++ൽ സി ഔട്ട്, ജാവയിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അതുപോലെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി PLSQL യൂസ് ചെയ്യുന്നതാണ് DBMS അണ്ടർസ്കോർ ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് ലൈൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോവാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ഡാറ്റ ടൈപ്സ് PLSQL ഉണ്ടെന്ന്. അപ്പോൾ ഏതൊക്കെ ഡാറ്റ ടൈപ്സ് PLSQL ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്കാലാർ. സ്കാലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വാല്യൂ വിത്ത് നോ ഇൻറ്റേർണൽ കമ്പോണൻറ്റ് സച്ച് ആസ് നമ്പർ, ഡേറ്റ് ഓർ ബൂളിയൻ. സിംഗിൾ വാല്യൂ വിത്ത് നോ ഇൻറ്റേർണൽ കമ്പോണൻറ്റ്, അതായത് സിംഗിൾ വാല്യൂ ഇപ്പോൾ 1 2 3 അല്ലെങ്കിൽ 15/11/1989 ഇല്ലെങ്കിൽ 0 1 നമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഇൻറ്റേർണൽ കമ്പോണൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 _ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അത് അതിൽ ഒരു ഇൻറ്റേർണൽ കമ്പോണൻറ്റ് വന്നു, അണ്ടർസ്കോറും വന്നു, സ്ട്രിങ്ങും വന്നു. അങ്ങനത്തെ പറ്റില്ല, സിംഗിൾ വാല്യൂ ആയിരിക്കണം. അപ്പോൾ നമ്പർ ആണെങ്കിൽ മൊത്തം നമ്പർ ആവണം, ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് ആവണം, ബൂളിയൻ ആണെങ്കിൽ ബൂളിയൻ ആവണം. അങ്ങനെ ഇതാണ് സ്കേലാർ എന്നുള്ളത്. പിന്നെ വരുന്നത് ലോബ്, ലാർജ് ഒബ്ജക്റ്റ്. ലാർജ് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒബ്ജക്ട്സ് തന്നെ, ഗ്രാഫിക് ഇമേജസ്, വീഡിയോ ക്ലിപ്സ്, സൗണ്ട് വേവ് ഫോംസ് അങ്ങനത്തെ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോബ് അല്ലെങ്കിൽ ലാർജ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. കോമ്പോസിറ്റ്, ഡാറ്റ ഐറ്റംസ് ദാറ്റ് ഹാവ് ഇന്റേണൽ കമ്പോണൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഇൻഡിവിജ്വലി. ഫോർ എക്സാമ്പിൾ കളക്ഷൻ ആൻഡ് റെക്കോർഡ്സ്. അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റ ആയിരിക്കും. ആ ഡാറ്റൻ്റെ ഉള്ളിലത്തെ ഓരോ ഇൻറ്റേർണൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് കളക്ഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ആയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അപ്പോൾ കമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു അറേൻ്റെ ഉള്ളിൽ അറ പോലത്തെ ഒരു സംഭവമാണ് അറ പോലത്തെ ഒരു കോൺസെപ്റ്റാണ് കമ്പോസിറ്റ്. അപ്പോൾ അറേൻ്റെ പ്രത്യേകത നമുക്ക് അറിയാത്ത ഏത് എലമെൻറ്റിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, A(i) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ അറിയാത്ത ആ എലമെൻറ്റിനെ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, അതിലുള്ള എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് കോമ്പോസിറ്റ്. 4 റെഫറൻസ്. റെഫറൻസ് എന്ന് കഴിഞ്ഞാൽ പോയിന്റേഴ്സ് ടു അതർ ഡാറ്റ ഐറ്റംസ്. അതായത് ഇപ്പോൾ ലോബുള്ളൊരു മെമ്മറി അഡ്രസ്സ് നമ്മൾ വേറൊരു സ്ഥലത്ത് കൊടുക്കുക, ഇതാണ് റെഫറൻസ്. അപ്പോൾ ഓൾറെഡി ഇതുകൂടെ എന്ത് ചെയ്യും, അതിനെ റെഫറൻസ് ചെയ്യും. അപ്പോൾ 4 കാറ്റഗറിയാണ് ഉള്ളത്. കാറ്റഗറിയാണ് കേട്ടോ, ഇതല്ല. ഇത് സ്കേലാർ ഒന്ന്, ഈ നമ്പർ, ഡേറ്റ്, ബൂളിയൻ. പിന്നെ വരുന്നത് ഒരു കാറ്റഗറി ലോബ്. ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഒബ്ജക്ട്സ് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഡാറ്റ ടൈപ്പാണ്, ലൈക്ക് ഗ്രാഫിക്, വീഡിയോ ഇമേജസ്, വീഡിയോ ക്ലിപ്സ് ആൻഡ് സൗണ്ട് വേവ് ഫോംസ്. പിന്നെ വരുന്ന കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ആൻഡ് റെക്കോർഡ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു കളക്ഷൻ മനസ്സിലായില്ലെങ്കിൽ അറയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഇതിനെയും എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. പിന്നെ ഒന്ന് റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ ആയിട്ട് വേറൊരു സ്ഥലത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഡാറ്റ ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും, റെഫറൻസ് ആക്കിയിട്ട് വേറൊരു സ്ഥലത്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, ആ അഡ്രസ്സും എന്ത് ചെയ്യും, അവിടുന്ന് റെഫറൻസ് കൊടുത്തോളൂ, നേരെ പോയിന്റ് ആവില്ല, എവിടെ ഇരിക്കും, നമ്മൾ എവിടെയാണ് സേവ് ചെയ്ത് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, പോയിന്റ് ചെയ്യും. അപ്പോൾ ഇത്തരം ഡാറ്റ ടൈപ്സ് ഉള്ളത്. ഇനി ഓരോന്നും ബ്രീഫ്ലി ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇപ്പോൾ സ്കേലാറിൽ നമ്മൾ പറഞ്ഞു 3 ന്യൂമറിക്ക്, ക്യാരക്ടർ, അതുപോലെ ന്യൂമറിക്ക് ഡേറ്റ്, ടൈം, ഡേറ്റ്, ബൂളിയൻ പറയും അല്ലേ. അപ്പോൾ ന്യൂമറിക്കിൽ തന്നെ ഒരുപാട് ഇതുണ്ട്, പലരും കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്പറിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് സ്കെയിൽ. ഫിക്സ്ഡ് പോയിന്റ് ഓർ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വിത്ത് അബ്സല്യൂട്ട് വാല്യൂ ഇൻ റേഞ്ച് 1:2. ഇതൊരു സാധാരണ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഇത്ര റേഞ്ചിലുള്ള സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ പ്രിസിഷൻ സ്കെയിൽ എന്ന് പറയുന്നത്. അത് ഡെസിമൽ പ്രിസിഷൻ സ്കെയിൽ. 38 decimal digits contain
ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് എന്ത് ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് വിത്ത് മാക്സിമം പ്രിസിഷൻ ഓഫ് 38 ഡെസിമൽ ഡിജിറ്റ്സ്. അതായത് ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോയിന്റ് വന്നിട്ട് 38 ഡിജിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഡബിൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ആൻസി സ്പെസിഫിക് ഫ്ലോട്ടിംഗ് ടൈപ്പ് വിത്ത് മാക്സിമം, അതായത് മാക്സിമം പ്രിസിഷൻ ഓഫ് 126 ബൈനറി ഡിജിറ്റ്. ഇത് ഡബിൾ പ്രിസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൻസി സ്പെസിഫിക് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് വിത്ത് മാക്സിമം പ്രിസിഷൻ 126 ബൈനറി ഡിജിറ്റ്സിന് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാക്സിമം എന്താ പറഞ്ഞത് 126 ബൈനറി ഡിജിറ്റ് അപ്രോക്സിമേറ്റ്ലി 38 ഡെസിമൽ ഡിജിറ്റ്സുമായിട്ട് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 ഡെസിമൽ ഡിജിറ്റ്സ് സപ്പോർട്ട് ചെയ്യും. ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് വിത്ത് മാക്സിമം സെയിം അല്ല, പക്ഷെ എന്താ ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് വർക്കിംഗ് ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് ന്യൂമറിക്കൽ വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഒരു എക്സാമ്പിളിലൂടെ അവിടെ കൊടുത്തിട്ടുള്ളത് ഫോളോയിങ് ഇസ് എ വാല്യൂ ഡിക്ലറേഷൻ. ഡിക്ലെയർ നമ്പർ 1 ഇൻറ്റീജറായിട്ട് ഞാൻ കൊടുത്തു, നമ്പർ 2 റിയലായിട്ട് കൊടുത്തു, നമ്പർ 3 ഡബിൾ പ്രിസിഷൻ കൊടുത്തു. ഇതൊരു ആ നമ്പറിൻ്റെ ന്യൂമറിക്കിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് എന്ത് ഇപ്പോൾ കൊടുത്തത്. സോറി ഇപ്പോൾ ഇതാ ഞാൻ സ്ലൈഡ് മാറ്റാൻ മറന്നുപോയി. PL/SQL ന്യൂമറിക് ഡാറ്റ ടൈപ്സ് ഫസ്റ്റ് പറഞ്ഞത് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാ റേഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട് 1 to 130. ഡെസിമൽ കൊടുത്തിട്ടുണ്ട്. ഡെസിമൽ 38 ഡെസിമൽ ഡിജിറ്റ്സ് എന്ത് ചെയ്യും, ഫിക്സഡ് പോയിന്റ്, അതായത് പോയിന്റേഷൻ 38 ഡെസിമൽ ഡിജിറ്റ് എന്ത് സപ്പോർട്ട് ചെയ്യും. ന്യൂമറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് വിത്ത് പ്രിസിഷൻ ഓഫ് 38 ഡെസിമൽ ഡിജിറ്റ്. ഡബിൾ പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 126 ബൈനറി ഡിജിറ്റ്സിന് എന്ത് ചെയ്യും, മാക്സിമം അത് സപ്പോർട്ട് ചെയ്യും. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 126 ബൈനറി ഡിജിറ്റ്സ് തന്നെ. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ 30 സെയിം തന്നെയാണ്, പക്ഷേ ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ പർപ്പസ് ഉണ്ടെന്നുള്ളൂ. അത് കഴിഞ്ഞൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ എന്താ കൊടുത്തുള്ളത്, നമ്പർ 1 ഇൻറ്റീജർ, നമ്പർ 2 റിയൽ, നമ്പർ 3 ഡബിൾ പ്രിസിഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ, അതിന് സിൻറ്റാക്സും കാര്യങ്ങളും നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ന്യൂമറിക് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ്. ഏതൊക്കെ ക്യാരക്ടർ, അപ്പോൾ സിംഗിൾ വൺ ഫിക്സഡ് ലെങ്ത് ക്യാരക്ടർ സ്ട്രിങ് വിത്ത് മാക്സിമം ഓഫ് 32/767 ബിറ്റ്, അതായത് 2 ബിറ്റ്. സാധാരണ ഒരു ഇൻറ്റിൻ്റെ ക്യാരക്ടറിൻ്റെ സൈസാണ് 2 ബിറ്റ്. അപ്പോൾ വാർക്യാർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ലെങ്ത് ക്യാരക്ടർ, അത് തന്നെ അതിൻ്റെ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വാർക്യാറിന് സെയിം തന്നെയാണ്. റോ വേരിയബിൾ ലെങ്ത് ബൈനറി ബൈറ്റ് സ്ട്രിങ് വിത്ത് മാക്സിമം ഓഫ് 32 നോട്ട് ഇൻ്റർപ്രറ്റഡ് ബൈ SQL. അത് നോക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ മെയിൻ കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി. ലോങ് റോ എന്താണ്, ഇതൊക്കെ സൈസ് എത്രയാണ്, 2 ബിറ്റ് തന്നെയാണ് സൈസ് വരുന്നത്. ഇപ്പോൾ മെയിനായിട്ട് വരുന്നത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വാർക്യാർ 2 ആയിരിക്കും. പിന്നെ അതുപോലെ റോ എൻവാർക്യാർ, പിന്നെ ലോങ് റോ ID, അൺറോ ID. ഇത്രയാണ് ഇതിൽ വരുന്നത്. PL/SQL ക്യാരക്ടർ ഡാറ്റ ടൈപ്സ്. ഇനി അടുത്ത് ബൂളിയൻ ഡാറ്റ ടൈപ്സ് ഷോസ് ലോജിക്കൽ വാല്യൂസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ലോജിക്കൽ ഓപ്പറേഷൻസ്. ദ ലോജിക്കൽ വാല്യൂസ് ആർ ദ ബൂളിയൻ വാല്യൂ ട്രൂ ആൻഡ് ഫോൾസ് ആൻഡ് ദ വാല്യൂ നൾ. ഈ 3 വാല്യൂസ് മാത്രം എന്താണ് ബൂളിയനിൽ സ്റ്റോറുകൾ, ഒന്ന് ട്രൂവും ഫോൾസും പിന്നെ നള്ളും. The Boolean data types logical values that are used in logical operations. The logical values are the Boolean values true, false, and repeat ചെയ്യുന്നുണ്ട്. അപ്പോൾ SQL statements built in SQL to mistake അപ്പോൾ ഹലോ സോറി ഞാൻ സ്ലൈഡ് ഇങ്ങനെ മാറ്റാനായിട്ട് ഇങ്ങനെ മറന്നുകൊണ്ട്. അപ്പോൾ PL/SQL ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ബൂളിയൻ കൊടുത്തുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ താഴത്തുള്ള ഒരു ഡിഫോൾട്ട് വന്നതാണ്. ഫസ്റ്റത്തെ പോയിന്റ് മാത്രം നോക്കിയാൽ ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഷോസ് ലോജിക്കൽ വാല്യൂസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ലോജിക്കൽ ഓപ്പറേഷൻസ്. വാല്യൂസ് ആയിട്ടുള്ളത് ലോജിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ എന്നുള്ളത്. 3 വാല്യൂസ് ഉള്ളത് ട്രൂ, ഫോൾസ്, ഞങ്ങളുടെ താഴത്ത് വേറെന്തോ റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നോക്കണ്ട.
നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ വരുന്നത് ഡേറ്റ് ടൈം ആൻഡ് ഇൻ്റർവൽ ടൈപ്സ്. അപ്പോൾ ഇയർ എന്താണ് അതിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടുള്ളതാണ്. -4712 മുതൽ 9999 വരെ, മനസ്സിലായില്ലേ? പിന്നെ മന്തിൽ 01 മുതൽ 12 വരെ, ഡേ 0 to 31 വരെ, അവർ 0 to 23 വരെ, മിനിറ്റ് 0 to 50 വരെ, സെക്കൻഡ് 0 to 59.9 വരെ, ടൈം സോൺ ഹവർ -12 to 14, റേഞ്ച് അക്കോമഡേറ്റ് ഡേ ലൈറ്റ് സേവിങ് ടൈം ചേഞ്ചസ്. അതായത് ഡേ ലൈറ്റ് ഇപ്പോൾ പകൽ രാത്രി ആവണ ഇല്ല, ടൈം സോൺ മിനിറ്റ് എന്നുള്ളത് ടൈം സോൺ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 59 വരെ, ടൈം സോൺ റീജിയൻ ഫൗണ്ട് ഇൻ ഡൈനാമിക് പെർഫോമൻസ് വ്യൂ ടൈം സോൺ. ഓരോ ടൈം സോൺ ഇപ്പോൾ ഇന്ത്യത്തെ ഇതാവില്ല, എന്തെന്ന് ഇന്ത്യത്തെ ടൈം സെഗ്മെൻ്റ് ആവില്ല ദുബായിലുള്ള, ദുബായിത്തെ ആവില്ല USA അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ടൈം സോണിനനുസരിച്ച് ഓരോ സോണിനനുസരിച്ച് ടൈം മാറും. അപ്പോൾ ഇത്രയും ഡാറ്റ ടൈപ്സാണ് എന്തുള്ളത് മെയിനായിട്ട്. നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുക ഇയർ, മന്ത്, ഡേ, അവർ, മിനിറ്റ്, സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ മെയിനായിട്ട് യൂസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഓരോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണം. ടൈം സോൺ അവർ, അതുപോലെ ടൈം സോൺ മിനിറ്റ്, ടൈം സോൺ റീജിയൻ, അതുപോലെ ടൈം സോൺ അബ്രിവേഷൻ. ടൈം സോൺ അബ്രിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ട് ഇൻ ദ ഡൈനാമിക് പെർഫോമൻസ് വ്യൂ ടൈം സോൺ നെയിംസ്. ഓരോ നെയിം ഇപ്പോൾ ഇന്ത്യക്ക് IND എന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ ഇപ്പോൾ UAE ദുബായിക്ക്, അതായത് USA അമേരിക്ക, അങ്ങനത്തെ ഓരോ അബ്രിവേഷൻസ് വേണം. ടൈം സോണിൻ്റെ പേരുകൾ കൊടുക്കണമെന്നത് ടൈം സോൺ അബ്രി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് PLSQL ലോബ് ഡാറ്റ ടൈപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ലോബ് യൂസ് ചെയ്യുന്നതിനാണ് ഗ്രാഫിക്, ഇമേജസ്, വീഡിയോ, സൗണ്ട്, വലിയ ലാർജ് ഫയൽസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ലോബ് എന്നുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ലോബ് ഡാറ്റ ടൈപ്സ് അലൗ എഫിഷ്യൻറ്റ് റാൻഡം പീസ് വൈസ് ആക്സസ് ടു ഡാറ്റ. എഫിഷ്യൻ്റ് ആണ്, റാൻഡം ആണ്, അതുപോലെ പീസ് ആക്സസ് ടു ഡാറ്റ. പീസ് വൈസ് ആക്സസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയൊരു ഫയലിനെ സ്പ്ലിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക, സേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ആക്സസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്ത്, റാൻഡം പീസ് വൈസ് ഡാറ്റ. ജസ്റ്റ് നോക്കുക, ഫോളോയിങ് ആർ ദ പ്രീഡിഫൈൻഡ് PLSQL ലോബ് ഡാറ്റ ടൈപ്സ്. പ്രീഡിഫൈൻഡ് ഉള്ളതാണ് B5 എന്ന് പറഞ്ഞാൽ യൂസർ ടു സ്റ്റോർ ലാർജ് ബൈനറി ഒബ്ജക്ട്സ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഔട്ട്സൈഡ് ദ ഡാറ്റാബേസ്. അത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലാർജ് ബൈനറി ഒബ്ജക്ട്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് അപ്പോൾ B5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു വലിയൊരു ബൈനറി ഒബ്ജക്റ്റിന് എന്തെങ്കിലും സ്റ്റോർ ചെയ്യൽ, അതായത് ഡാറ്റാബേസിൻ്റെ പുറത്ത്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിൽ. പിന്നെ ബ്ലോബ് എന്ന് പറഞ്ഞാൽ യൂസ് ടു സ്റ്റോർ ലാർജ് ബൈനറി ഒബ്ജക്ട്സ് ഇൻ ഡാറ്റാബേസ്. ഇത് ഡാറ്റാബേസിനുള്ളിൽ ലാർജ് ബൈനറി ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോനെ ആദ്യം എന്ത് ചെയ്യും, പിക്സലായിട്ട് എന്തെങ്കിലും കണക്കാക്കൽ അല്ലേ. ഒരു ഇമേജ് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, പിക്സലാക്കും. പിക്സലിൽ എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്തിട്ട് ബൈനറി ആക്കും. അപ്പോഴേ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുള്ളൂ, കമ്പ്യൂട്ടർ ലാംഗ്വേജുമായിട്ട് എന്തുള്ളത് സാമ്യമാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു B5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫയലിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിൽ, ഡാറ്റാബേസിനകത്തല്ല, ഡാറ്റാബേസിൻ്റെ പുറത്ത് ഓപ്പറേറ്റിംഗിനുള്ളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് B5 യൂസ് ചെയ്യുന്നത്. B-Lob എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെയിം ലാർജ് ബൈനറി ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യാൻ ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. C-Lob എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ബ്ലോക്ക് ഓഫ് ക്യാരക്ടർ ഡാറ്റ, അതായത് വലിയൊരു സ്ട്രിങ്, ലാർജ് ബ്ലോക്ക് ഓഫ് ക്യാരക്ടർ ഡാറ്റ കാരണം വലിയൊരു സ്ട്രിങ്. ഇപ്പോൾ ദിസ് ഈസ് മൗലാന ചാനൽ അങ്ങനെ ഒരുപാട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുക, അതായത് ലാർജ് ബ്ലോക്ക് ഓഫ് ക്യാരക്ടർ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. ഒരു ലാർജ് ബ്ലോക്ക് ഓഫ് ക്യാരക്ടർ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, C-Lob യൂസ് ചെയ്യുന്നത്. N-Glob എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ടു ലാർജ് ബ്ലോക്ക് ഓഫ് N-Char ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. ക്യാറും N-Char എന്നുള്ള ഡിഫറൻസ് ഉണ്ട്. ക്യാറിന് ചെറിയ സൈസും N-Charന് കുറച്ച് വലിയ സൈസാണ്. അപ്പോൾ സെയിം തന്നെയാണ് ഇതിൽ ഗ്ലോബും N-Glob തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ സെയിം, പക്ഷേ ക്യാരക്ടറിൻ്റെ ബ്ലോക്കിൽ മാത്രം എന്തൊരു ഡിഫറൻസ് ഉണ്ടാകും.
ജസ്റ്റ് മനസ്സിലാക്കുക. ബി ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാർജ് ബൈനറി ഒബ്ജക്ട്സ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിൽ ഫയൽസ് ആവും. ഡാറ്റാബേസിനകത്തല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിൽ. ഗ്ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ബൈനറി ഒബ്ജക്ട്സ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഗ്ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ബ്ലോക്സ് ഓഫ് ക്യാരക്ടർ ഡാറ്റ എന്ത് ചെയ്യാൻ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് സബ് ടൈപ്സ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ത് ഡാറ്റ ടൈപ്സിന് എന്താക്കിയിട്ടുണ്ട്, 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. പ്രിമിറ്റീവ് ഒന്ന് നോൺ പ്രിമിറ്റീവ്. പ്രിമിറ്റീവിൽ തന്നെ ഉണ്ട് എന്ത് നിങ്ങൾക്ക് ക്യാരക്ടർ, അങ്ങനെ നോൺ പ്രിമിറ്റീവിൽ യൂസർ ഡിഫൈൻഡും അറേസും അങ്ങനത്തെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു യൂസർ ഡിഫൈൻഡ്, അതായത് യൂസറിന് ഇഷ്ടമുള്ള ഒരു ഡാറ്റ ടൈപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് എന്ത് ഇതിൽ പറഞ്ഞത്. അതിനുവേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ സബ് ടൈപ്പ് ഇസ് എ സബ്സെറ്റ് ഓഫ് അനദർ ഡാറ്റ ടൈപ്പ്. സബ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡാറ്റ ടൈപ്പിൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത് സബ് ടൈപ്പ് എന്നുള്ളത്. വിച്ച് ഇസ് കോൾഡ് ഇറ്റ്സ് ബേസ് ടൈപ്പ്. A subtype has the same valid operation as its base type, but only a subset of its valid values. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സബ് ടൈപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യല്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യല്. സബ്സെറ്റ് ഒരു ഡാറ്റ ടൈപ്പിൻ്റെ സബ്സെറ്റാണ് സബ് ടൈപ്പ്. അതായത് സെയിം ബേസ് ടൈപ്പ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ ഇതും എന്തായിരിക്കും, സബ് ടൈപ്പ് എന്തായിരിക്കും, ഇൻറ്റീജർ തന്നെയായിരിക്കും. ഫ്ലോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ഫ്ലോട്ട് തന്നെ ആയിരിക്കും. ക്യാരക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ക്യാരക്ടർ തന്നെ ആയിരിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എ സബ് ടൈപ്പ് ഹാസ് എ നെയിം ആസ് എ സെയിം വാലിഡ് ഓപ്പറേഷൻ ആസ് ഇറ്റ്സ് ബേസ്. അതാ പറഞ്ഞത് എന്ത് ഓപ്പറേഷൻസാണ് ബേസ് ടൈപ്പിൽ നടക്കുന്നത്, അതേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾക്ക് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്പിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഓൺലി എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സ് വാലിഡ് വാല്യൂ. അതായത് ടൈപ്പിൻ്റെ സബ്സെറ്റാണ് എന്ത് സബ് ടൈപ്പ് എന്നുള്ളത്. PLSQL predefines several subtypes in package standard. ഒരുപാട് പ്രീഡിഫൈൻസ് സബ്ടൈപ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് എന്നുള്ള പാക്കേജുകളുണ്ട്. ഫോർ എക്സാമ്പിൾ PLSQL defines subtypes character and integer as follows. അപ്പോൾ സബ് ടൈപ്പ് ക്യാരക്ടർ ഇസ് char. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കാണാം. സബ് ടൈപ്പ് ക്യാരക്ടർ എന്താണ്, ക്യാരക്ടർ എന്നുള്ളത് ക്യാറാണ്. സബ് ടൈപ്പ് ഇൻറ്റീജർ എന്നുള്ളത് എന്താണ്, നമ്പർ 38 ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നോക്കാം നമുക്ക്. ആ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലിയർ ആകും. എക്സാമ്പിൾ നോക്ക്. എക്സാമ്പിൾ എന്താ കൊണ്ടുള്ളത്, ഡിക്ലെയർ സബ് ടൈപ്പ് നെയിം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. സബ് ടൈപ്പ് നമ്മൾ പുതിയൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. നെയിം അതെന്താണ്, ഇസ് കെയർ ഓഫ് 20 ആണ്. അപ്പോൾ നെയിം എന്നുള്ളത് എന്താണ്, ഒരു പ്രീഡിഫൈൻഡ് കെയർ എന്നുള്ളത് എന്താണ്, ഒരു ഡാറ്റ ടൈപ്പാണ്. ആ ഡാറ്റ ടൈപ്പിൻ്റെ സെയിം ഇത് വെച്ചിട്ട് എന്താണ് നമ്മൾ നെയിം എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ഡാറ്റ ടൈപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ സബ് ടൈപ്പ് മെസ്സേജ് ഈസ് varchar 200. അപ്പോൾ മെസ്സേജ് എന്നുള്ളൊരു ഫസ്റ്റ് നമ്മൾ നെയിം എന്നുള്ളൊരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, char 20 ആണ്. പിന്നെ രണ്ടാമത്തെ എന്തായത് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സബ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, varchar 200 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ നമ്മൾ യൂസർ ഡിഫൈൻഡ് ചെയ്ത ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് സല്യൂട്ടേഷൻ നെയിം. നെയിം എന്നുള്ള എന്താണ്, ഒരു ഡാറ്റ ടൈപ്പാണ്. സല്യൂട്ടേഷൻ എന്നുള്ള എന്താണ്, വേരിയബിളാണ്. ഗ്രീറ്റിംഗ്സ് എന്നുള്ള എന്താണ്, ഒരു വേരിയബിളാണ്. മെസ്സേജ് എന്നുള്ള എന്താണ്, ഒരു ഡാറ്റ ടൈപ്പാണ്. ബിഗിൻ എന്ന് പറയുമ്പോൾ ബിഗിൻ എന്നൊക്കെ എന്താ അറിയില്ല, അതായത് എക്സിക്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നതാണ് ബിഗിൻ. സാല്യൂട്ടേഷൻ ഈക്വൽ ടു എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്, റീഡർ എന്നുണ്ട്. കാരണം എന്താണ്, ക്യാറാണ് കൊടുത്തുള്ളത്, char 20 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്ട്രിങ് എന്ത് ചെയ്യും, അതിലോട്ട് റീഡ് ചെയ്യും. രണ്ടാമത്തേക്കും കൊടുത്ത് വെൽക്കം ടു ദ വേൾഡ് PLSQL. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് അത് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. ആ പ്രിൻറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള താഴെ ഉണ്ട്. അപ്പോൾ സല്യൂട്ടേഷനിൽ കൊടുത്തുള്ള റീഡർ. അപ്പോൾ ഹെലോ എന്നുള്ള സ്ട്രിങ് ആണ്, അപ്പോൾ അത് ഓട്ടോമാറ്റിക് പ്രിൻറ്റ് ചെയ്യും. സല്യൂട്ടേഷൻ എന്നുള്ള എന്താണ്, അതിൻ്റെ വാല്യൂ എന്താ, റീഡർ, അത് പ്രിൻറ്റ് ചെയ്തു. ഗ്രീറ്റിംഗ്സ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് PLSQL. എല്ലാ PLSQL പ്രോഗ്രാമും റണ്ണ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ എഴുതിക്കാണെങ്കിൽ PLSQL പ്രൊസീജിയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ സബ് ടൈപ്പ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടാണ്. ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈപ്പ് ആട്രിബ്യൂട്ട് ലെറ്റ് ടു ഡിക്ലെയർ എ കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഫീൽഡ് ഓർ പാരാമീറ്റർ ടു ബി ഓഫ് ദ സെയിം
data type, a previously declared variable, field, record, nested table, etc. ഒരു മിനിറ്റ്. അപ്പോൾ ടൈപ്പ് ആട്രിബ്യൂട്ട് അല്ലേ, ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈപ്പ് ആട്രിബ്യൂട്ട് ലെറ്റ്സ് യു ഡിക്ലെയർ എ കോൺസ്റ്റൻറ്റ് വേരിയബിൾ, ഫീൽഡ് ഓർ പാരാമീറ്റർ ടു ബി ഓഫ് ദ സെയിം ഡാറ്റ ടൈപ്പ് എ പ്രീവിയസ്ലി ഡിക്ലെയർഡ് വേരിയബിൾ, ഫീൽഡ്, റെക്കോർഡ്, നെക്സ്റ്റ് ടേബിൾ ഓർ ഡാറ്റാബേസ് കോളം. PLSQL cursor വേരിയബിൾ പ്രീവിയസ്ലി ഡിക്ലെയർഡ് വിത്തിൻ ദ കറണ്ട് സ്കോപ്പ്. ഇത് ഈ ആട്രിബ്യൂട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേഴ്സർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതായത് ഡാറ്റാബേസിൽ ഓരോ പോയിന്റിൽ ഓരോ റോസും പോയിന്റ് ചെയ്യുന്നതിനെ പറഞ്ഞു വരുന്നത് കേഴ്സർ എന്നുള്ളത്. അപ്പോൾ ആ സമയത്താണ് കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് എന്ത് മനസ്സിലാക്കി വെക്കുക. ഇഫ് ദ റെഫറൻസ്ഡ് ഐറ്റംസ് ചേഞ്ചസ് യുവർ ഡിക്ലറേഷൻസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട്, എക്സാമ്പിൾ കണ്ടപ്പോൾ ഒന്നും കൂടി മനസ്സിലാകും. ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഓട്ടോമാറ്റിക് എന്താ നമ്മൾ എവിടെക്കാണോ യൂസ് ചെയ്തിട്ടുള്ള അവിടെയൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്താവും, അപ്ഡേറ്റ് ആവും. യു നോട്ട് നീഡ് ടു ചേഞ്ച് യുവർ കോഡ് വെൻ ഫോർ എക്സാമ്പിൾ ലെങ്ത് ഓഫ്, അതായത് ഒരു കോളത്തിൻ്റെ ഇൻക്രീസ് ഒരു സ്ഥലത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോളം നമ്മൾ വേറെ എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, increase ആവും. An item declared with modulus a percentage type always inherit the data type of the referenced item. അതായത് ടൈപ്പ് നമ്മൾ ഈ ടൈപ്പ് എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് അതെന്ത് ചെയ്യും, എല്ലായിടത്തും എന്ത് ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്യും. ഞാൻ ഇത് കഴിഞ്ഞ പാടുന്ന ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ആ എക്സാമ്പിൾ എന്ത് ചെയ്യും, എല്ലായിടത്തും ശരിയാവും. എന്താണ് ഇതിൻ്റെ യൂസ് എന്നുള്ളത് വരെ പ്രോപ്പറായിട്ട് മനസ്സിലാവും. The referencing item inherits the constraints only if the referenced item is not a database column. അതായത് ഡാറ്റാബേസ് കോളം അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, റെഫറൻസ് ചെയ്യില്ല, ഒക്കെ വിട്ട് ജസ്റ്റ് വായിച്ചാൽ മതി. The referencing item inherits the default value only if the referencing item is not a database column, does not have a not null constraint. ഇതിലെന്തില്ല, നോട്ട് നൾ കൺസ്ട്രെയിൻസ് ഉണ്ടാവില്ല. എന്തായാലും മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, വാല്യൂ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു ടൈപ്പ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഫസ്റ്റ് എന്താണ്, ഡിക്ലെയർ സെക്ഷനാണ്. അവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഡാറ്റ ടൈപ്പ് PLS ഇൻറ്റീജർ എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഇൻറ്റീജർ. PLS ഇൻറ്റീജർ എന്ന് കഴിഞ്ഞാൽ മെൻഷൻ ചെയ്യാത്ത, ഇപ്പോൾ എക്സാമ്പിളായിട്ട് വരിക ഇൻറ്റീജർ എന്ന് കൊടുത്തു. അതിൻ്റെ റേഞ്ചും കൊടുത്തു, എന്ത് 1000 to 25,000. എന്നിട്ട് ഞാൻ എന്താണ്, ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ മേലെ പറഞ്ഞ ക്രെഡിറ്റിനെ ഞാൻ എന്താക്കി, ടൈപ്പ് ആട്രിബ്യൂട്ട് ആക്കി. അപ്പോൾ എന്ത് ചെയ്യും, ഇൻഹെറിറ്റ്സ് ഡാറ്റ ടൈപ്പ്. അതായത് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ, അതായത് ക്രെഡിറ്റിൻ്റെ, ഒരു മിനിറ്റ്, സോറി. അപ്പോൾ നോക്ക്, എന്താണ് ഡിക്ലെയർ സെക്ഷൻ, ബിഗിൻ സെക്ഷൻ, എൻഡ് സെക്ഷൻ. എക്സെപ്ഷൻ മാത്രം കൊടുക്കാത്തുള്ളൂ. ഡിക്ലെയർ എന്നുള്ള ഡിക്ലറേഷൻ സെക്ഷൻ, ബിഗിനും എൻഡും എന്താണ് അതിൻ്റെ ഉള്ളിലാണ് എന്ത് എക്സിക്യൂട്ടബിൾ സെക്ഷനും വരില്ല. അതുപോലെ എക്സെപ്ഷൻ സെക്ഷനും വരുന്നത് ബിഗിനും എൻഡിനുള്ളിലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിക്ലെയർ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കാം, ക്രെഡിറ്റ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഡാറ്റ ടൈപ്പ് PLS ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇൻറ്റീജർ ജസ്റ്റ് കൺസിഡർ ആയി ഇൻറ്റീജർ. റേഞ്ച് ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, എന്ത് 1000 to 25,000 എന്ത് ക്രെഡിറ്റ് എന്നിട്ടുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറാണ്. അതിൻ്റെ റേഞ്ച് എന്താണ് 1000 മുതൽ 25,000 വരെയാണ്. പിന്നെ വരുന്നതാണ് എന്ത്, പിന്നെ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്ത്, ഡെബിറ്റ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിന് കൊടുത്തത് ക്രെഡിറ്റ് മോഡുലസ് പെർസെൻറ്റേജ് ടൈപ്പ്. ക്രെഡിറ്റ് പെർസെൻറ്റേജ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രെഡിറ്റിന് ഏത് ഡാറ്റ ടൈപ്പാണോ, എന്ത് റേഞ്ചാണോ കൊടുത്തത്, ആ റേഞ്ച് എന്ത് ചെയ്യും, ഇതിലോട്ട് ഈ ഡെബിറ്റിനും സെയിം ഡാറ്റ ടൈപ്പ് എന്ത് ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം ചെയ്താൽ മതി. ഇത്രയും വലുതാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി, ടൈപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻഹെറിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് പെർസെൻറ്റേജ് ടൈപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഡെബിറ്റിൽ ഇൻറ്റീജർ ആയിരിക്കും സേവ് ചെയ്യൽ. റേഞ്ച് എങ്ങനെ ആയിരിക്കും, 1000 മുതൽ 25,000 വരെ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് നെയിം varchar 20 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്
ഒരു വേരിയബിളിനെ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഡാറ്റ ടൈപ്പായിട്ട് വാർക്കാർ 2 കൊടുത്തു, സൈസ് 20 കൊടുത്തു, അതിൻ്റെ വാല്യൂ ആയിട്ട് എന്ത് കൊടുത്തു, ജോൺ സ്മിത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പർ നെയിം എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്, നെയിം പെർസെൻറ്റേജ് ടൈപ്പ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എന്താണ് നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ അവിടെ അതേ നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ വാർക്കാറായിരിക്കും ഇതിൻ്റെ ഡാറ്റ ടൈപ്പ്, ഇതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ വാല്യൂ എന്തായിരിക്കും, ജോൺ സ്മിത്ത്. അപ്പോൾ അപ്പർ നെയിമിൻ്റെ വാർക്കാർ എന്തായിരിക്കും, അപ്പർ നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും, വാർക്കാറായിരിക്കും. ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ എന്തായിരിക്കും, ജോൺ സ്മിത്ത് ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ലോവർ നെയിം പെർസെൻറ്റേജ് ടൈപ്പ് സെയിം ആണ്. നെയിം എന്തായിരിക്കും, ലോവർ നെയിം എന്നുള്ള വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും, നെയിമിൻ്റെ വാർക്കാർ 2 ആയിരിക്കും. അതേപോലെ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ എന്തായിരിക്കും, ജോൺ സ്മിത്ത് ആയിരിക്കും. പിന്നെ ഇനീഷ്യൽ നെയിം അതുപോലെ നെയിം മോഡുലസ് സെയിം വാർക്കാർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് എന്ത്, ജോൺ സ്മിത്ത് എന്നുള്ളതായിരിക്കും. എന്നിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ഇപ്പോൾ താഴെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നെയിമിന് എന്താ കൊടുത്തു വെച്ചാൽ എല്ലാം സെയിം തന്നെയാണ്. എന്താണ് നെയിം എന്താ കൊടുത്തിട്ടുള്ളത്, ജോൺ സ്മിത്ത് തന്നെയാണ്. അതുപോലെ അപ്പർ നെയിം എന്താണ്, ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ എന്താണ്, ജോൺ സ്മിത്ത്. ലോവർ നെയിം ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ എന്താണ്, ജോൺ സ്മിത്ത്. ഇനീഷ്യൽ നെയിം ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ എന്താണ്, ജോൺ സ്മിത്ത്. അപ്പോൾ ഇത്രയാണിത്. ഇതാണിത് പെർസെൻറ്റേജ് ടൈപ്പ് എന്നുള്ള ആ അതായത് ആട്രിബ്യൂട്ടിൻ്റെ ഉപയോഗം. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഡാറ്റ ടൈപ്പും ആ ഡിഫോൾട്ട് വാല്യൂ എന്ത് ചെയ്യുക, ഒരു വേരിയബിളിലെ ഡാറ്റ ടൈപ്പും ഡിഫോൾട്ട് വാല്യൂ ഇൻഹെരിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് പറഞ്ഞത് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലൊന്നും പറയാനുള്ള പരിപാടിയില്ല. എന്താ വേരിയബിൾ നിങ്ങൾക്ക് അറിയണ്ടാവും. എന്താണ് നമ്മൾ കൊടുക്കുന്ന യൂസർ കൊടുക്കുന്ന പ്രോഗ്രാംസിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വേരിയബിൾസ്. ഈച്ച് വേരിയബിൾ ഇൻ സ്പെസിഫിക് ഡാറ്റ ടൈപ്പ്. എല്ലാ വേരിയബിൾസിനും എന്തുണ്ടാവും, സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് ഉണ്ടാവും. വിച്ച് മീൻസ് സൈസ് ആൻഡ് ദ ലേഔട്ട് ഓഫ് ദ വേരിയബിൾ മെമ്മറി. അതിൻ്റെ സൈസും അതിൻ്റെ ലേഔട്ടൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വേരിയബിളിനും എന്തുണ്ടാവും, സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് ഉണ്ടാവും. ഇനി അടുത്ത് നോക്കാം, PLSQL വേരിയബിൾസ് നെയിമിംഗ് റൂൾ. വേരിയബിൾ നെയിം മസ്റ്റ് ബിഗിൻ വിത്ത് ആൻ ആസ്കി ലെറ്റർ. അതായത് കീബോർഡിലുള്ള ഒരു ആസ്കി ലെറ്റർ വെച്ചിട്ടാവണം ഇത് വേരിയബിളിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്പർ ആവുന്നില്ല. ഇറ്റ് ക്യാൻ ബി ഐദർ ലോവർ കേസ് ഓർ അപ്പർ കേസ്. ലോവർ കേസ് ആവും, അതുപോലെ അപ്പർ കേസ് ആവുക. നോട്ടീസ് ദാറ്റ് PLSQL ഇസ് കേസ് ഇൻസെൻസിറ്റീവ് ആണ്. കേസ് ഇൻസെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇപ്പോൾ ഇതോടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, വി ഡാറ്റ കൊടുത്തിരിക്കുന്നത് വി സ്മോൾ ലെറ്ററും ഒക്കെ സ്മോൾ ലെറ്റർ വി ഒക്കെ എന്താ, പക്ഷേ രണ്ടും എന്താണ് സെയിം ആണ്. അപ്പോൾ കേസ് ഇൻസെൻസിറ്റീവ് ആണ് എന്ത്, PLSQL എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഫോളോഡ് ബൈ ദ ഫസ്റ്റ് ക്യാരക്ടർ ആർ എനി നമ്പർ അണ്ടർസ്കോർ ആൻഡ് $. അതായത് ഫസ്റ്റ് ക്യാരക്ടർ എന്നുള്ള എന്താ വേണം, നമ്പറോ. ഫോളോഡ് ബൈ ദ ഫസ്റ്റ് ക്യാരക്ടർ ഇതിൽ ഏതും സപ്പോർട്ട് ചെയ്യും. ഫോളോഡ് ബൈ ദ ഫസ്റ്റ് ക്യാരക്ടർ ആർ എനി നമ്പർ ആവാം, ഫസ്റ്റ് ക്യാരക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താവാം, അണ്ടർസ്കോർ ആവാം, $സൈൻ ആവാം, കുഴപ്പമില്ല. വൺസ് അഗെയിൻ ഡു നോട്ട് മേക്ക് എ വേരിയബിൾ ഹാവ് ടു റീഡ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ പിന്നെ വായിക്കാൻ ബുദ്ധിമുട്ടാവുന്നു. മര്യാദക്ക് വായ കൊള്ളുന്ന പേരൊക്കെ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ വേരിയബിൾസൊക്കെ നിങ്ങൾക്ക് ബേസ് ഉള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വരുന്ന ഹൗ ടു ഡിക്ലെയർ എ വേരിയബിൾ. ഒരു വേരിയബിളിൽ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാം. ബിഫോർ യൂസിങ് എനി വേരിയബിൾ ഇൻ ബാച്ച് ഓഫ് യു നീഡ് ടു ഡിക്ലെയർ ദ വേരിയബിൾ. അതായത് ഒരു വേരിയബിളിൽ നമ്മൾ ഞാൻ പറഞ്ഞത് ഡിക്ലെയർ, എക്സിക്യൂട്ട്, ഡിക്ലറേഷൻ സെക്ഷൻ, എക്സിക്യൂഷൻ സെക്ഷൻ, എക്സെപ്ഷൻ സെക്ഷൻ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എക്സിക്യൂഷൻ സെക്ഷനിൽ ഒരു വേരിയബിളിൽ പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അതിന് മുമ്പ് ഡിക്ലറേഷൻ സെക്ഷനിൽ പോയിട്ട് ആ വേരിയബിൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ കമാൻഡ് ഇസ് യൂസർ. ഡിക്ലെയർ എന്നുള്ള കമാൻഡ്, ഡിക്ലെയർ എന്നുള്ള കീവേഡാണ് എന്ത്, ഒരു കീവേഡിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓൺലി വൺസ് ഡിക്ലറേഷൻ ഇസ് മെയ്ഡ് വേരിയബിൾ ബി. ഒരു പ്രാവശ്യം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എൻഡ് ആവണം വരെ എന്ത് ചെയ്യുക, അതിനെ ആക്സസ് ചെയ്യുക. സിൻടാക്സ് എന്നുള്ളതാണ് വേരിയബിളിൻ്റെ പേര്. ഇനിയിപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറ്റാം, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കോൺസ്റ്റൻ്റ് എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് കോൺസ്റ്റൻ്റ് മാറാൻ പാടില്ല.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കോൺസ്റ്റന്റ് എന്നുള്ള പ്രിഫർ ചെയ്യുക. ഡാറ്റ ടൈപ്പ്, ഏത് ഡാറ്റ ടൈപ്പാണ് വരുന്നത് നള്ളാവാൻ പാടില്ല. പിന്നെന്താണ്, ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്ത് ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കാം. എക്സാമ്പിളായിട്ട് ഇവിടെ നോക്കുന്നത് സെയിൽസ് എന്നുള്ളതാണ് വേരിയബിളിൻ്റെ പേരാണ്, അത് കോൺസ്റ്റൻ്റ് അല്ല, അതുകൊണ്ട് നമ്മൾ കോൺസ്റ്റൻ്റ് കൊടുത്തിട്ടില്ല. ഡാറ്റ ടൈപ്പിനുള്ള നമ്പറാണ്, നള്ളല്ല, അതിൻ്റെ സൈസ് ഉണ്ട് 10,2 ആണ്. ഡിഫോൾട്ടായിട്ട് ഇനീഷ്യൽ വാല്യൂ കൊടുത്തിട്ടില്ല. പിന്നുള്ളത് അടുത്ത് പറയുന്നത് പൈ, വേരിയബിളിൻ്റെ പേരാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്, കാരണം പൈൻ്റെ വാല്യൂ എന്താണ്, മാറില്ല. അതിൽ കൊടുത്തുള്ള ഡബിൾ പ്രിസിഷൻ എന്നുള്ള ഡാറ്റ ടൈപ്പാണ്. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുള്ളത് 3.1415. ഇതാണ് എന്തായാലും ഇനീഷ്യൽ വാല്യൂ. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അടുത്ത വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത നെയിം, അതിൻ്റെ സൈസ് കോൺസ്റ്റൻ്റ് അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റൻ്റ് കൊടുത്തിട്ടില്ല. ഡാറ്റ ടൈപ്പ് എന്താണ്, വാർക്കെയറാണ്, അതിൻ്റെ സൈസും കൊടുത്തിട്ടില്ല, ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടില്ല. അഡ്രസ്സ് ഇതേപോലെ സെയിം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത്, ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണെങ്കിൽ ഒരു വേരിയബിൾ നെയിം അത് ആ വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, കോൺസ്റ്റൻ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യുക, അതിൻ്റെ സൈസ് മെൻഷൻ ചെയ്യുക. ഇനീഷ്യൽ വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇനീഷ്യൽ വാല്യൂ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇങ്ങനെ എന്തൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക. ഇനി അടുത്ത് ഇനീഷ്യലൈസിങ് വേരിയബിൾസ് ഇൻ PLSQ. എങ്ങനെ നമുക്ക് ഒരു PLSQ വേരിയബിളെ ഇനീഷ്യലൈസ്, ഒന്ന് ഡിഫോൾട്ട് കീവേഡും ഒന്ന് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, രണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഡിഫോൾട്ട് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കൗണ്ട് ബൈനറി ഇൻറ്റീജർ (=0). ഇതാണ് എന്ത്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമ്മൾ A=B എന്നൊക്കെ A=5, A=1 എന്നൊക്കെ നമ്മൾ C++, ജാവയിലൊക്കെ പറയില്ല. അതേപോലെ തന്നെയാണ് ഇതിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ (:1). അപ്പോൾ എന്ത് ചെയ്യും, കൗണ്ടർ എന്നുള്ള എന്താണ്, ഒരു വേരിയബിളാണ്. ബൈനറി ഇൻറ്റീജർ എന്നുള്ള എന്താണ്, ഒരു ഡാറ്റ ടൈപ്പാണ്. ഈ 0 എന്നുള്ള എന്താണ്, അതിൻ്റെ വാല്യൂ ആണ്. ഈ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത് എന്താണ്, ഇത് വെച്ചിട്ടാണ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട്. പിന്നെയുള്ള ഗ്രീറ്റിംഗ്, വാർക്കെയർ. ഗ്രീറ്റിംഗ് എന്നുള്ള എന്താണ്, ഒരു വേരിയബിളിൻ്റെ പേരാണ്. വാർക്കെയർ എന്നുള്ള എന്താണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പാണ്. 20 എന്നുള്ളത് അതിൻ്റെ സൈസാണ്. ഡിഫോൾട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഹാവ് എ ഗുഡ്. അപ്പോൾ ഈ ഗ്രീറ്റിങ്സിൽ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ എന്തായിരിക്കും, ഹാവ് എ ഗുഡ്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അസൈനിങ് എ വാല്യൂ ടു എ വേരിയബിൾ. അതായത് ഒരു അസൈനിങ് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ഒരു വേരിയബിളിലോട്ടൊരു വാല്യൂ എങ്ങനെ അസൈൻ ചെയ്യാം. യു ക്യാൻ അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ ഇൻ ദ ഫോളോയിങ് 3 വഴി ചെയ്യാം. ഡ്യൂറിങ് വേരിയബിൾ ഡിക്ലറേഷൻ യൂസിങ് ഡിക്ലെയർ കീവേഡ്. നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഒന്ന് എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഡിക്ലെയർ എന്നുള്ള കീവേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ലെയർ എന്നുള്ള കീവേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യലൈസ് ചെയ്യാം അല്ലെങ്കിൽ അസൈൻ ചെയ്യാം. രണ്ടാമത്തെ യൂസിങ് സെറ്റ്, മൂന്നാമത്തെ യൂസിങ് സെലക്ട്. ഈ 3 രീതിയാണുള്ളത്. ഫസ്റ്റത്തെ പറഞ്ഞാൽ ഡ്യൂറിങ് വേരിയബിൾ ഡിക്ലറേഷൻ. അപ്പോൾ നോക്ക്, അതിൻ്റെ സിൻടാക്സ് പറഞ്ഞാൽ എന്താ, ഡിക്ലെയർ വേരിയബിളിൻ്റെ പേര് ആസ് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ഡാറ്റ ടൈപ്പ് വാല്യൂ. അതാ ഡിക്ലെയർ അറ്റ് കോഴ്സ് ID ആസ് ഇൻ. അപ്പോൾ എന്താവും, (5). ഡിക്ലെയർ എന്നുള്ള കോഴ്സ് ID എന്നുള്ള വേരിയബിളിൽ എന്താണ്, ഇൻ്റർ ഡാറ്റ ടൈപ്പ്, അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്താണ്, 5. പ്രിൻ്റ് കോഴ്സ് ID എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, 5 പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ സോറി അത് എക്സാമ്പിൾ നോക്കിയത്, ഡിക്ലെയർ ലോക്കൽ വേരിയബിളിൻ്റെ പേര്, ഡാറ്റ ടൈപ്പ്, വാല്യൂ. അപ്പോൾ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഡിക്ലെയർ അറ്റ് കോഴ്സ് ID ആസ് (5). അപ്പോൾ നമ്മൾ എന്താണ് വാല്യൂ എന്താണ് അസൈൻ ചെയ്തത്, എങ്ങനെയാണ്, നമ്മൾ ഡയറക്റ്റ് ഡിക്ലറേഷൻ സെക്ഷനിൽ തന്നെ കൊടുത്തില്ലേ. എന്നിട്ട് എന്ത് പ്രിൻ്റ് കോഴ്സ് ID എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ID പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ പറഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഫസ്റ്റ് ഡിക്ലെയർ വേരിയബിൾ വിത്ത് നെയിം കോഴ്സ് ID. ആദ്യം എന്ത് ചെയ്യും, ഒരു കോഴ്സ് ID എന്നുള്ള ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യും വിത്ത് ഡാറ്റ ടൈപ്പ് ആസ് ഇൻറ്റ് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ്. എന്നിട്ട് എന്ത് ചെയ്യും, (=) ഓപ്പറേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിലോട്ട് എന്ത് ചെയ്യും, 5 എന്നുള്ളത് എന്ത് ചെയ്യും, വാല്യൂ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കോഴ്സ് ID പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത്. ഇനി അടുത്ത പറയുമ്പോൾ ഈ സെറ്റ് മൂന്നെണ്ണം പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഡിക്ലറേഷൻ സെക്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ യൂസിങ് സെറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ യൂസിങ് സെലക്ട് കൊടുക്കുക. അപ്പോൾ സംടൈംസ് യു വാണ്ട് ടു കീപ് ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ യൂസിങ് സെറ്റ്.
സംടൈംസ് വി വാണ്ട് ടു കീപ് ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ സെപ്പറേറ്റ്. അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിടേണ്ടി വരും, പിന്നെ ഇനീഷ്യലൈസ്, അതായത് ഒരു സ്ഥലത്ത് ഡിക്ലെയർ ചെയ്യും, നമുക്ക് അതിൻ്റെ ഇനീഷ്യലൈസേഷൻ വേറെ സ്ഥലത്തേക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾക്ക് സെറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു അസൈൻ വാല്യൂസ് ടു വേരിയബിൾ. നേരത്തെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ സെക്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിന് പകുതി വെച്ചിട്ട് നമുക്ക് വാല്യൂസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും, സെറ്റും സെലക്റ്റും യൂസ് ചെയ്യും. അപ്പോൾ അതാണ് പറഞ്ഞത്, സംടൈംസ് യു വാണ്ട് ടു കീപ് ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ സെപ്പറേറ്റ്. സെറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു അസൈൻ വാല്യൂസ് ടു ദ വേരിയബിൾ പോസ്റ്റ് ഡിക്ലെയറിങ് എ വേരിയബിൾ. ബിലോ, അതായത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ പറയുന്നത് സിൻടാക്സ്, ഡിക്ലെയർ, ലോക്കൽ വേരിയബിൾ, ഡാറ്റ ടൈപ്പ്. ഇവിടെ എന്താണ് ഡിക്ലെയർ, ലോക്കൽ വേരിയബിൾ, ഡാറ്റ ടൈപ്പ്, സെറ്റ്, ലോക്കൽ വേരിയബിൾ, വാല്യൂ. ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും ആ വേരിയബിളിനെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, സെറ്റ് വേരിയബിളിൻ്റെ പേര് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ കൊടുക്കും. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ട് എന്ത്, ഡിക്ലെയർ കോഴ്സ് ഐ ഡി ആസ് ഇൻറ്റ് സെറ്റ് കോഴ്സ് ഐ ഡി = 5, പ്രിൻറ്റ് കോഴ്സ് ഐ ഡി. ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഫസ്റ്റ് ഡിക്ലെയർ വേരിയബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഐ ഡി ചെയ്യും, ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും, വാല്യൂ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. 5 എന്നുള്ളത് എന്ത് ചെയ്യും, കോഴ്സ് ഐ ഡിക്ക് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, അത് പ്രിൻറ്റ് ചെയ്യും. അതായത് അസൈൻ ടു എ വാല്യൂ മൾട്ടിപ്പിൾ വേരിയബിൾസ് യൂസിങ് സെറ്റ് വെച്ചിട്ട് എങ്ങനെ മൾട്ടിപ്പിൾ വേരിയബിൾസിന് എന്ത് ചെയ്യുക, ഇത് ചെയ്യാമെന്ന്. ഫസ്റ്റ് ഇവിടെ നോക്കാൻ സിൻടാക്സ് കൊടുത്ത് നമുക്ക് ഡിക്ലെയർ ലോക്കൽ വേരിയബിൾ ഡാറ്റ ടൈപ്പ് 1, ലോക്കൽ വേരിയബിൾ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ലോക്കൽ വേരിയബിൾ 1 അതിൻ്റെ ഡാറ്റ ടൈപ്പ്, രണ്ടാമത്തെ ലോക്കൽ വേരിയബിൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ്. എന്നിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ലോക്കൽ വേരിയബിൾ 1 വാല്യൂ, സെറ്റ് ലോക്കൽ വേരിയബിൾ 2 വാല്യൂ. സിൻടാക്സ് ആണ് മനസ്സിലാവും തോന്നുന്നു. എൻ്റെ വൺ സെറ്റ് കീവേഡ് ക്യാൻ യൂസ് അസൈൻ വാല്യൂ ടു ഓൺലി 1 വേരിയബിൾ. ഒരു പ്രാവശ്യം ഒരു സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, അതിൻ്റെ ഒരു വേരിയബിളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ രണ്ട് വേരിയബിളിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ 2 പറഞ്ഞു. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഡിക്ലെയർ കോഴ്സ് ഐ ഡി ആസ് ഇൻറ്റ്, കോഴ്സ് നെയിം ആസ് varchar. എന്നിട്ട് നമ്മളവിടെ എന്ത് ചെയ്ത്, സെറ്റ് കോഴ്സ് ഐ ഡി = 5, ഇത് 5 എന്നുള്ള ഇത് സെറ്റ് ചെയ്തു. സെറ്റ് കോഴ്സ് നെയിം = യൂണിക്സ്, പ്രിൻറ്റ് കോഴ്സ് ഐ ഡി എന്ത് പ്രിൻറ്റ് ചെയ്യും. അതിൻ്റെ കോഴ്സ് ഐ ഡി 5 ആയിരിക്കും, നെയിം എന്തായിരിക്കും, യൂണിക്സ് ആയിരിക്കും. ഇതാണ് സെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ. മനസ്സിലായോ, ഡിക്ലെയർ കോഴ്സ് ഐ ഡി ആസ് ഇൻറ്റ്, കോഴ്സ് നെയിം ആസ് varchar, സെറ്റ് കോഴ്സ് ഐ ഡി = 5, കോഴ്സ് നെയിം = യൂണിക്സ്, പ്രിൻറ്റ് കോഴ്സ് ഐ ഡി കോഴ്സ് നെയിം. അപ്പോൾ ഇങ്ങനെയാണ് സെൻഡ് ഒരു മൾട്ടിപ്പിൾ വേരിയബിൾസിനെ സെറ്റ് വഴി ചെയ്യാൻ പറ്റും. ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യാം. ഈ സ്ലൈഡ് മാറാൻ പോണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിൻടാക്സ്, ഡിക്ലെയർ ഫസ്റ്റ് സെക്ഷൻ എന്താ, ഡിക്ലെയർ ചെയ്തു വേരിയബിൾ 1 അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൊടുത്തു, രണ്ടാമത്തത് വേരിയബിൾ 2 അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൊടുത്തു, മൂന്നാമത്തത് ലോക്കൽ വേരിയബിൾ 1 അതിൻ്റെ വാല്യൂ കൊടുത്തു, രണ്ടാമത്തെ സെറ്റ് ലോക്കൽ വേരിയബിൾ 2 അതിൻ്റെ വാല്യൂ. അപ്പോൾ ഒരു വേരിയബിളിനെ വാല്യൂ സെറ്റ് ചെയ്യാൻ ഒരു പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2 വേരിയബിളിന് വാല്യൂ കൊടുക്കണമെങ്കിൽ എന്ത് പ്രാവശ്യം 2 പ്രാവശ്യം എന്ത് ചെയ്യണം, സെറ്റിനെ കോൾ ചെയ്യണം. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി ഡിക്ലെയർ കോഴ്സ് ഐ ഡി ആസ് ഇൻറ്റ്. അവിടെ എന്താ വേരിയബിളിൻ്റെ പേര് എന്താണ്, ഇൻറ്റീജർ എന്നുള്ള ഡാറ്റ ടൈപ്പിൽ കൊടുത്തു. കോഴ്സ് നെയിം ആസ് varchar എന്നുള്ള ഡാറ്റ ടൈപ്പിൽ കോഴ്സ് നെയിം എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ സെറ്റ് കോഴ്സ് ഐഡിയിലോട്ട് 5 എന്നുള്ള വാല്യൂ എന്ത് ചെയ്തു, അസൈൻ ചെയ്തു. സെറ്റ് കോഴ്സ് നെയിം = യൂണിക്സ് എന്നുള്ള ഇതിലോട്ട് നെയിമിലോട്ട് എന്ത് യൂണിക്സ് എന്നുള്ള വാല്യൂ എന്ത് സെറ്റ് ചെയ്തു. കോഴ്സ് ഐ ഡി കോഴ്സ് നെയിമും പ്രിൻറ്റ് ചെയ്തു. ഇതാണ് എന്ത് അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത assigning a value to variable with scalar subscribe using set. അതായത് ഒരു ക്വറി വെച്ചിട്ട് സബ് ക്വറി വെച്ചിട്ട് എങ്ങനെ, അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഒരു വേരിയബിളെ ക്രിയേറ്റ് ചെയ്തു, അതിന് എക്സാമ്പിൾ വേരിയബിളെ ക്രിയേറ്റ് ചെയ്തു,
നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഓഫീസിൽ നിന്ന് ഫീസ് അടക്കാത്ത പിള്ളേരെ ഇപ്പോൾ ബി സി എയിൽ എന്തെങ്കിലും ഇപ്പോൾ ബി സി എയിൽ എന്തെങ്കിലും ഇപ്പോൾ ബി സി എയിൽ ഇത്ര ഫീസ് അടക്കാത്ത പിള്ളേരെ പേര് എന്ത് ചെയ്യണം, എനിക്ക് ഇതിലോട്ട് വരണം, സെറ്റ് ചെയ്യണം. ഇങ്ങനെ സബ് വെച്ചിട്ട് ഒരു വാല്യൂ ഇങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഫസ്റ്റ് എന്താണ് ഡിക്ലെയർ ചെയ്യുക, ലോക്കൽ വേരിയബിൾ 1 ഡാറ്റ സിൻടാക്സാണ് പറയുന്നത് കേട്ടോ. ലോക്കൽ വേരിയബിൾ 2 ഡാറ്റ ടൈപ്പ് സെറ്റ് ലോക്കൽ വേരിയബിൾ 1 ഈക്വൽ ടു സെലക്ട് ഏത് കോളാണ്, കോളം ഫ്രം ടേബിൾ നെയിം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് തരുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യൽ ഈ ലോക്കൽ വേരിയബിൾ 1 സ്റ്റോർ ചെയ്ത്. ഇപ്പോൾ എൻക്ലോസ് കൊറി ഇൻ പാരൻസ്, അതായത് കൊറി എന്ത് ചെയ്യണം, പാരൻസ് എൻക്ലോസ് ചെയ്യണം. എന്തോ കൊറി ഷുഡ് ബി സ്കേലാർ കൊറി. സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നില്ലെങ്കിൽ ന്യൂമറിക്ക് അല്ലെങ്കിൽ ഇൻഡ് ക്യാരക്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഇഫ് ദ കൊറി റിട്ടേൺ 0 rows then the variable is set to empty. അതായത് ഇപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ ഇല്ലെങ്കിൽ ഈ വേരിയബിൾ എന്താവണം, ഓട്ടോമാറ്റിക് എന്താവണം, നള്ളായിട്ട് മാറാം. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് പറയണത്. ഇവിടെ നമുക്ക് ഡിക്ലെയർ കോഴ്സ് ടൈം വേർക്കാർ എന്താണ് ഒരു വേരിയബിൾ കോഴ്സ് ടൈം ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണ്, വേർക്കാർ 10. എന്നിട്ട് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യണം. സെറ്റ് കോഴ്സ് ടൈം ഈക്വൽ ടു സെലക്ട് ട്യൂട്ടോറിയൽ നെയിം ഫ്രം ഗുരു 99 സ്ലാഷ് അറിയാതെ ഒന്നാട്ടോ വേർ ട്യൂട്ടോറിയൽ ID ഈക്വൽ ടു 3. അപ്പോൾ ഈ ID ഈക്വൽ ടു 3 എന്നുള്ള ഗുരു 99 ടാബിലായിരിക്കും. അതിൽ ഒരു കോളം ഉണ്ടാവും ട്യൂട്ടോറിയൽ നെയിം. അപ്പോൾ അതിൽ ട്യൂട്ടോറിയൽ ID 3 ആണെങ്കിൽ എന്ത് ചെയ്യും, നേരം എന്ത് ചെയ്യും, ആ ട്യൂട്ടോറിയൽ ID 3 അതിൻ്റെ പേരെന്താണ്, ആ നെയിം എന്ത് ചെയ്യും, നേരെ കോഴ്സ് ടൈമിലേക്ക് വന്നിട്ട് സേവ് ആവും. ഇതാണ് എന്ത് സബ് ക്വറി വെച്ച് ചെയ്യും. ഇനി അടുത്തത് യൂസിങ് സെലക്ട്. അതായത് ജസ്റ്റ് ലൈക്ക് സെറ്റ് വി ക്യാൻ ഓൾസോ യൂസ് സെലക്ട് ടു അസൈൻ വാല്യൂസ് ടു വേരിയബിൾ പോസ്റ്റ് ഡിക്ലെയറിംഗ് ദ വേരിയബിൾ യൂസിങ് ഡിക്ലെയർ. അത് ജസ്റ്റ് ലൈക്ക് സെറ്റ് വി ക്യാൻ എന്ന് നമുക്ക് സെലക്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, വേരിയബിൾസിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് എന്നുള്ളത് യൂസ് ചെയ്യാം. പോസ്റ്റ് ഡിക്ലെയറിങ് എ വേരിയബിൾ യൂസിങ് ഡിക്ലെയർ. അതായത് ഡിക്ലെയർ ചെയ്തൊരു വേരിയബിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. അസൈനിങ് എ വാല്യൂ ടു വേരിയബിൾ യൂസിങ് സെലക്ട്. എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് നോക്കുക. ലോക്കൽ വേരിയബിൾ ഡാറ്റ ടൈപ്പ് സെലക്ട് ലോക്കൽ വേരിയബിൾ ഈക്വൽ ടു വാല്യൂ. എക്സാമ്പിളായിട്ട് കൊറി നമുക്ക് ഓരോ കൊറി കൊടുത്തിട്ടുണ്ട്. ഡിക്ലെയർ കോഴ്സ് ID ഇൻഡ് അതൊരു വരി ഉണ്ടാവും. ഞാൻ സെലക്ട് കോഴ്സ് ID ഈക്വൽ ടു 5 പ്രിൻറ്റ് കോഴ്സ് ID. ഇവിടെ ഒരു എൻട്രി ഇടാൻ മറന്നു പോയതാണ്. അതായത് ഡിക്ലറേഷനിൽ അറ്റ് കോഴ്സ് ID ഒരു ഡിക്ലറേഷനാണ്. പിന്നെ സെലക്ട് എന്നുള്ള എന്താണ്, സെലക്ട് അറ്റ് കോഴ്സ് ID ഈക്വൽ ടു 5 എന്നുള്ള എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ്, സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ യൂസ് ചെയ്തത് എന്താണ്, സെറ്റാണ്. അതിന് പകരം എന്ത് സെലക്ട്. അപ്പോൾ നമുക്ക് സെറ്റും സെലക്റ്റും ചെയ്യാം. അതുപോലെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ സെക്ഷനിൽ കൊടുക്കാം. ഇതിപ്പോൾ ഡിക്ലറേഷൻ സെക്ഷനിൽ എക്സാമ്പിളിൽ കൊടുത്തു എന്നുള്ളൂ. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, PLSQL ബിഗിനും എൻഡിൻ്റെ എവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, വാല്യൂ എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ വേരിയബിൾ എങ്ങനെ ഒരു സെലക്ട് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത എക്സാമ്പിൾ പറയുന്നത്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ലോക്കൽ വേരിയബിൾ 1 ഡാറ്റ ടൈപ്പ്, ലോക്കൽ വേരിയബിൾ 2 ഡാറ്റ ടൈപ്പ്, സെലക്ട് ലോക്കൽ വേരിയബിൾ 1 ഈക്വൽ ടു വാല്യൂ ലോക്കൽ വേരിയബിൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെറ്റും സെലക്റ്റും എന്താണ്, വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ സെറ്റിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്ന്, സെറ്റ് ഓരോ വേരിയബിൾസിനും വാല്യൂ അസൈൻ ചെയ്യുന്നത് എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യം സെറ്റിനെ ഫോളോ ചെയ്യണം. പക്ഷേ സെലക്റ്റിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. സെലക്റ്റിന് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. ഏറ്റവും സെലക്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എത്ര മൾട്ടിപ്പിൾ വാല്യൂസിന് വേണമെങ്കിൽ എത്ര മൾട്ടിപ്പിൾ വേരിയബിൾസിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് അസൈൻ ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഓരോ വേരിയബിളും അതിൻ്റെ വാല്യൂ കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അതാ ചെയ്തിട്ടുള്ളത്. നോക്കി നോക്കുക. ഇപ്പോൾ ഇവിടെ ഇടക്കിടക്ക് സ്ലൈഡ് മാറുന്നുണ്ട്. ഇതൊരു ലോങ് വീഡിയോ ആയിട്ടുണ്ടാവും മിക്കവാറും. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പറയാണ്.
അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഓരോ പോർഷൻസായിട്ട് എന്ത് ചെയ്യുക, കണ്ടു തീർക്കുക, മനസ്സിലാകാത്ത എന്തെങ്കിലും ചോദിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞത്, അസൈനിങ് എ വാല്യൂ എങ്ങനെ ഒരു മൾട്ടിപ്പിൾ വേരിയബിൾസിന് എങ്ങനെ സെലക്ട് വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് പറയണത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, വേരിയബിൾ രണ്ടും ഡിക്ലെയർ ചെയ്യുക. ലോക്കൽ വേരിയബിൾ 1 ഡാറ്റ ടൈപ്പ്, ലോക്കൽ വേരിയബിൾ 2 ഡാറ്റ ടൈപ്പ്. സെലക്ട് ലോക്കൽ വേരിയബിൾ 1 ഈക്വൽ ടു വാല്യൂ 1, ലോക്കൽ വേരിയബിൾ 2 ഈക്വൽ ടു വാല്യൂ 2. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഞാൻ സെറ്റിൻ്റെ കേസിൽ ഞാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്തതാണ്. സെറ്റിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓരോ പ്രാവശ്യം എന്ത് ചെയ്യാൻ, ഓരോ വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുക, സെറ്റിനെ കോൾ ചെയ്യണം അല്ലേ. പക്ഷേ സെലക്റ്റിൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒറ്റ സെലക്ട് കമാൻഡ് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തുണ്ട്, സെലക്ട് ലോക്കൽ വേരിയബിൾ 1 ഈക്വൽ ടു വാല്യൂ കോമ ലോക്കൽ വേരിയബിൾ 2 ഈക്വൽ ടു വാല്യൂ 2. ഇപ്പോൾ ഇത് സെറ്റാണെങ്കിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. എക്സാമ്പിളായിട്ട് പറയണം, സെറ്റ് ലോക്കൽ വേരിയബിൾ 1 ഈക്വൽ ടു വാല്യൂ 1, അത് കഴിഞ്ഞിട്ട് സെറ്റ് ലോക്കൽ വേരിയബിൾ 2 ഈക്വൽ ടു വാല്യൂ 2. പക്ഷേ നമ്മൾ സെലക്റ്റിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്തത്, രണ്ട് വേരിയബിൾസിന് എന്ത് ചെയ്ത് കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യലൈസ് ചെയ്യാം. ഒരു എക്സാമ്പിളാണ് പറയണത്. ഡിക്ലെയർ, ഇവിടെ നമുക്ക് കോഴ്സ് ഐ ഡി ഇൻറ്റീജറായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു, നെയിം വാർക്കാർ കൊടുത്തു. അയ്യോ, ഈ സെലക്ട് എന്താണ്, താഴെ വരേണ്ടതാണ് കേട്ടോ. വാർക്കാർ 5 എന്നുള്ളത് കഴിഞ്ഞിട്ട് സെലക്ട് താഴെ വരേണ്ടതാണ്. സെലക്ട് കോഴ്സ് ഐ ഡി ഈക്വൽ ടു 5 കോമ കോഴ്സ് നെയിം ഈക്വൽ ടു യുണിക്സ്. നമ്മൾ നേരത്തെ ചെയ്തത് സെറ്റിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും ഓരോ സെപ്പറേറ്റ് സെറ്റ് വെച്ചു. പക്ഷെ സെലക്റ്റിൽ എന്ത് ചെയ്താൽ മതി, കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇനി അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ ഒരു സബ് ക്വറി വെച്ചിട്ട് എങ്ങനെ ഒരു സെലക്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സെയിം തന്നെയാണ്. ആദ്യം ലോക്കൽ വേരിയബിളിൽ ഡിക്ലെയർ ചെയ്യുക, രണ്ട് ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സെലക്ട് ലോക്കൽ വേരിയബിൾ 1 ഈക്വൽ ടു സെലക്ട് സെയിം ക്വറി, നേരത്തെ സെറ്റിൻ്റെ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അപ്പോൾ പറയണത് എന്തെന്ന്, ഇപ്പോൾ ഈ ക്വറി സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന വാല്യൂ ആയിരിക്കും എന്ത്, ആ ലോക്കൽ വേരിയബിളിലിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഡിക്ലെയർ കോഴ്സ് നെയിം വാർക്കർ 10, സെലക്ട് കോഴ്സ് നെയിം ഈക്വൽ ടു, ഈ കോഴ്സ് നെയിമിലോട്ട് വരില്ല എന്തായിരിക്കും, ട്യൂട്ടോറിയൽ ഐ ഡി 1 ഗുരുനാൻഡിൽ എന്നുള്ള ടേബിളിൽ ട്യൂട്ടോറിയൽ ഐ ഡി 1 എന്നുള്ളതിൻ്റെ നെയിമായിരിക്കും എന്ത്, കോഴ്സ് നെയിമിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സ്ലൈഡ്. അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ ഞാൻ സ്ലൈഡ് മാറ്റം വിട്ടുപോയതാണ്. അപ്പോൾ സബ് ക്വറിയാണ് ഇപ്പോൾ പറഞ്ഞത്, ഒന്നും കൂടി പറഞ്ഞുതരാം. സബ് ക്വറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ സെറ്റിൽ നോക്കിയപ്പോൾ തന്നെ സബ് ക്വറി സാറ്റിസ്ഫൈ ചെയ്ത് തരുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യല്, ആ വേരിയബിളിലോട്ട് ചെയ്യല്. ഇപ്പോൾ ഇവിടെ സിൻറ്റാക്സ് കൊടുത്ത് നമുക്ക് എന്താണ്, എക്സാമ്പിൾ നോക്കിയാൽ മതി. കോഴ്സ് നെയിം വാർക്കർ 10, സെലക്ട് കോഴ്സ് നെയിമിലോട്ട് വരല്, ട്യൂട്ടോറിയൽ നെയിം ഫ്രം ഗുരുനാൻഡ് എന്നുള്ള ടേബിളിൽ ID 1 എന്നുള്ള റോൻ്റെ ട്യൂട്ടോറിയൽ നെയിം ആയിരിക്കും എന്ത്, കോഴ്സ് നെയിമിലോട്ട് വരില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഇനി ഇന്നത്തെ PLSQL മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. പിന്നെ ഈ സ്ലൈഡ് ഇങ്ങനെ മാറ്റാൻ മറന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാവുന്നുണ്ടെങ്കിൽ സംശയം ചോദിക്കുക. തോന്നുന്നത് സാധാരണ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെയാണ് PLSQL, പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാം കേട്ടോ.